الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. വിശ്വാസികളെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളായി മുത്തഖികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവരുടെ സ്വഭാവത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. രോഗിയായി കിടക്കുമ്പോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ വരുന്ന പനിയോ തലവേദനയോ ഛർദിയോ നിസ്സാരമായ അസുഖങ്ങളെ കുറിച്ചല്ല. രോഗം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. എല്ലാ രോഗങ്ങളും അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. ആ രോഗങ്ങൾ വരുമ്പോൾ രോഗം നേരിടുന്നതും ആ രോഗം കൊണ്ട് മനുഷ്യരെ പരീക്ഷിക്കുന്നതും ആ രോഗം ശിഫയാക്കുന്നതുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീ പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ പ്രതീക്ഷിക്കുന്ന രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്. മരണം പ്രതീക്ഷിക്കുന്ന രോഗികൾ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കുറെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളും അതുപോലെ തന്നെ പ്രായം കൂടുതലായിട്ട് ഒരുപാട് പ്രായമായി പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറെ അസുഖങ്ങൾ വരും. പ്രായം കൂടിയിട്ട് അല്ലാതെ ആളുകൾ മരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ആ പ്രായം കൂടുമ്പോൾ മരിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വരും. അല്ലാഹു തീരുമാനിക്കുന്ന കാരണമാണ്. അങ്ങനെ പ്രായം കൂടിയിട്ട് പല അസുഖങ്ങളും വന്ന് അങ്ങനെ കിടപ്പിലാകുന്ന ആളുകളുമുണ്ട്. അങ്ങനത്തെ ആളുകളും ഒരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തിൽ കഴിയുന്ന നമ്മളെ പോലെയുള്ള ആളുകളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ചില സംഗതിയാണ്. നമുക്കും വലിയ അവസ്ഥ. ഇന്ന് കിടപ്പിലാകുന്ന രോഗികളും കിടപ്പിലായവരും ഇനി കിടപ്പിലാവാൻ പോകുന്ന മരണത്തെ പ്രതീക്ഷിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട അവരിൽ മരിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രോഗം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ആ രോഗം വരുമ്പോൾ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നൽകിയ ഏറ്റവും വലിയ ഖൈർ എന്താണ് എന്ന് ചോദിച്ചാൽ അവൻ ക്ഷമിക്കാൻ കഴിയുക എന്നതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹദീസിൽ പറയാം. ഇമാം ഹാജിമുൽ ഹദീസിൽ പറയുകയും മാ റസൂലുള്ളാഹു അബ്ദൻ ഖൈറൻ ലഹു വലാ ഔസഅ മിന സ്വബ്ർ എന്ന സ്വബ്റിനേക്കാൾ ഖൈറായ ഒന്ന് അല്ലാഹു ഒരു അടിമക്ക് നൽകിയിട്ടില്ല. സ്വബ്റിന് ക്ഷമ. ഒരു മനുഷ്യൻ നല്ല ക്ഷമാലുവാണെങ്കിൽ അവരെ എല്ലാ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ കഴിയും. ക്ഷമയുള്ളവരെ വിജയിക്കാൻ കഴിയുള്ളൂ. ആ ക്ഷമ പ്രാക്ടിക്കലായുള്ള ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. അതിൽ ഏറ്റവും അധികം ക്ഷമിക്കേണ്ട ഒരു രംഗമാണ് അല്ലാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ. നമുക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ സാധിക്കണം. അങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ സാധിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ഹദീസിൽ പറയുന്നത് ഏറ്റവും വലിയ പ്രതിഫലമുള്ളത് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ വന്നിട്ട് ക്ഷമിക്കുന്ന ആളുകൾക്കാണ്. അതിനാണ് ഏറ്റവും വലിയ പ്രതിഫലം അല്ലാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾ വന്നിട്ട് ക്ഷമ കൈക്കൊള്ളാനുള്ള മനസ്സുള്ള അതിന് സാധിക്കുന്നവർക്കാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹദീസിൽ പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ ഒരു കുടുംബത്തെ ഇഷ്ടപ്പെട്ടാൽ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ ആരാളുടെ അല്ലാഹുവിന് ഒരാളോട് സ്നേഹമുണ്ടായാൽ ഇഷ്ടമുണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അല്ലാഹു അവരെ നല്ലവണ്ണം പരീക്ഷിക്കും.
നല്ലവണ്ണം പരീക്ഷിക്കും. ഈ ഹദീസ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളായ ആളുകളാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഹദീസിൽ പറയുന്നു, അള്ളാഹു അവരെ കടുത്ത പരീക്ഷണത്തിന് വിധേയമാണ്. അതെന്താ? അള്ളാഹുവിന്റെ അവർ ഇഷ്ടമാണ്, അവർ അള്ളാഹുവിനെയും ഇഷ്ടമാണ്, അള്ളാഹു അവരെയും ഇഷ്ടമാണ്. അങ്ങനെ കടുത്ത പരീക്ഷണത്തിൽ അള്ളാഹു വിധേയമാക്കുകയാണെങ്കിൽ ഈ കടുത്ത പരീക്ഷണത്തിന് വിധേയമായിട്ട് അവസ്ഥയെല്ലാം റസൂൽ പറയണം, ആ പരീക്ഷണം വന്നിട്ടും അള്ളാഹു ഇങ്ങനെയൊക്കെ പരീക്ഷിച്ചിട്ടും അവൻ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടാൽ അള്ളാഹു അവനെ തൃപ്തിപ്പെട്ടു. അതാണ് പരീക്ഷണം. കടുത്ത പരീക്ഷ നൽകിയിട്ട്, വലിയ പരീക്ഷ നൽകിയിട്ട് അവൻ ക്ഷമിച്ചു തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവനെ തൃപ്തിപ്പെട്ടു. മറ്റു മനുഷ്യന്മാരുടെ റസൂൽ പറയാം, ആരെങ്കിലും അസുഖങ്ങളും രോഗങ്ങളൊക്കെ വന്നിട്ട് അള്ളാഹുവിന്റെ പരീക്ഷണം വന്നിട്ട് വല്ലാതെ അസ്വസ്ഥനായാൽ, അവനാകെ അസ്വസ്ഥന, അവന് ക്ഷമിക്കാൻ കഴിയുന്നില്ല, അവനാകെ ടെൻഷനാണ്, അവനാകെ തകർന്നു പോയി, അവരൊരിക്കലും തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങി ക്ഷമതയോടെ ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ അവൻ അതേ ഉണ്ടാവുള്ളൂ. അള്ളാഹെ കഴിവും പറഞ്ഞിട്ട് അവനുണ്ടാവില്ല. അവന്റെ കാലം അങ്ങനെ കഴിയും. ക്ഷമ കൈക്കൊള്ളുകയാണ് വിശ്വാസത്തെ അവർ നിർബന്ധം. അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഉമ്മു സാഹിബ് റഹ്മത്തുള്ളാഹിയിലേക്ക് കടന്നു വന്നു. അവർക്ക് വല്ലാത്ത പനിയായിരുന്നു. പനി, ചില പനികൾ ശക്തമായ പനിയുണ്ടാകും. അങ്ങനെ പനി മുഖേന വലിക്കുന്ന ആളുകളുണ്ടാകും. ശക്തമായ പനി വന്നു. സാധാരണ നമ്മുടെ വൈറസുകളല്ല പറഞ്ഞത്, ശക്തമായ മറ്റുള്ള പനികൾ വന്ന് വലിക്കുന്ന ആളുകളുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ അവര് പനികൊണ്ടിങ്ങനെ കറക്കാണ്, വറക്കുന്ന പനിയാണ്. അപ്പോ ഉമ്മു സാഹിബ് റളിയല്ലാഹു അൻഹ ആ പനിയെ ചീത്ത പറഞ്ഞു, ശ്രമിച്ചു. പനിയെ ചീത്ത പറഞ്ഞു, പനിക്കെതിരെ പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ല, അങ്ങനെ പറയരുത്, പനിയെ ശ്രമിക്കണം, അതിനെ ചീത്ത പറയണം. അള്ളാഹു നിങ്ങളിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. പനി മുഖേന ചൂട് വന്നതാണ് വേദനയാകുമ്പോൾ അവൻ പ്രയാസപ്പെടുമ്പോൾ ആ പനി മുഖേന അള്ളാഹു അവന്റെ ഭാഗങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തു. നമ്മളൊരിക്കലും തന്നെ പ്രയാസങ്ങൾ വരുമ്പോ അതിന് ശമിക്കാനോ അല്ലെങ്കിൽ അതിൽ തകരാനോ പാടില്ല. അതുകൊണ്ടാണ് മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ മരിക്കാൻ പോവുകയാണ് എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന രോഗികൾ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ ഈ അങ്ങനത്തെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഇതാണ്. ഒരു രോഗം വരുമ്പോൾ അത് നമ്മളെ കിടത്തിക്കളയുന്ന അസുഖമാണെങ്കിൽ ഇത് അള്ളാഹുവിന്റെ കലയാണ്, അള്ളാഹുവിന്റെ വിധിയാണെങ്കിൽ ക്ഷമിക്കാൻ കഴിയാണ്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക. എന്നാലും പടച്ചോനും ഇങ്ങനെ നന്നല്ലോ, അള്ളാഹു ഒരു ക്രൂരനാണല്ലോ, അള്ളാഹുവിന് തീരെ ദയല്ലോ, അള്ളാഹു തീരെ കാര്യമില്ലല്ലോ എന്ന് ഒരിക്കലും തന്നെ പറയാൻ പാടില്ല. നമ്മൾ മറ്റു പലതരമാണ് പറയാറുണ്ട്. കടുത്ത പരീക്ഷകൾ വരുമ്പോൾ നമ്മുടെ നാവിലൂടെ വരുന്ന വാക്കുകളുണ്ട്, ഇപ്പോഴൊക്കെ ജീവിതം പടച്ചോനെ ഇങ്ങനെ ആക്കിയല്ലോ, അള്ളാഹു ക്രൂരനാണ്. എത്ര കുട്ടികൾക്കാണ് പ്രയാസം വന്നത്, എത്ര ആളുകൾക്കാണ് ദുരന്തമുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ ചീത്ത പറയുന്ന ഒരു വാക്ക് ഒരു വിശ്വാസിയുടെ നാവിൽ വരാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയാം, ശ്രദ്ധ പറയാം, അതായത് മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയാണ്, കടുത്ത രോഗമാണ്. ഈ മരിക്കാൻ ആ സമയത്ത് പോലും, മരിക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിനെ കുറിച്ച് നല്ലതേ പറയാൻ പാടില്ല. അള്ളാഹു മോശമാണ് ചെയ്തത്, അള്ളാഹ് എങ്ങനെ ആക്കിയതെന്ന് വിശ്വാസം ഒരിക്കലും പറയാനേ പാടില്ല. അതാണ് രണ്ടാമത്തെ സംഗതി. മൂന്നാമത് അള്ളാഹുവിന്റെ പ്രവാചകൻ ശ്രദ്ധമാണ്. മരണത്തെ പ്രതീക്ഷിക്കുന്ന രോഗികളായിരിക്കുന്ന ആളുകൾ, കിടപ്പിലായ ആളുകൾ, അവർക്ക് ബോധം പോകുന്നതിന് മുൻപ്, ചിലപ്പോ പിന്നെ ബോധം പോയാൽ ബോധം വരില്ല, സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ, അതൊക്കെ വരുന്നതിന് മുൻപ് ചെയ്യേണ്ട മൂന്നാമത്തെ സംഘാടകത്തിന്റെ വസ്തുത പറയാൻ, അങ്ങനെ കിടക്കുന്ന സമയത്ത് അവർ ചെയ്ത തിന്മകളുണ്ടല്ലോ, ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടാകും. നമ്മൾക്ക് ഇനി ഒരു പ്രവർത്തനവും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, കട്ടിയിൽ കിടക്കുകയാണ്, രോഗശയ്യയിലാണ്, ശയ്യാവലംബിയാണ്, ഇനി എഴുന്നേക്കാൻ കഴിയില്ല, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഒരു വിശ്വാസിയായ മനുഷ്യൻ ചെയ്യേണ്ടത്, അവൻ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ അവൻ ചെയ്ത കുറെ തിന്മകളുണ്ടാവും. ആ തിന്മകളെ കുറിച്ച് അവൻ ആലോചിക്കണം. നമുക്കൊക്കെ വരാനുള്ള സംഗതികളാണ്.
ഇതുപോലെ കിടപ്പിലാവേണ്ടവരാകുമല്ലോ പത്രത്തിൽ. അവൻ ചില തിന്മകൾ അവനെ ആലോചിക്കണം. അതെന്തിനാണ്? അള്ളാഹു ആ തിന്മയുടെ പേരിൽ എന്നെ പിടിച്ച് ശിക്ഷിക്കുമോ എന്നുള്ള പേടി മരിക്കുന്നതിന് മുൻപ് ഈ കിടപ്പിലാകുന്ന മരണമാസനമാകുന്ന രോഗികൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായിട്ട് അവൻ പറയുന്നത് എന്താണെന്ന് പറയും, അള്ളാഹു കൊടുത്തു തരണം. മരിക്കുന്നതിന് മുൻപ് കൊടുക്കാൻ അവർ അത് പറയാതെ അവസരം കിട്ടി, റബ്ബിനോട് ഏറ്റുവാൻ അവസരം കിട്ടി. അങ്ങനെയാണ് ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുവാവിനെ അതിലേക്ക് പ്രവേശിച്ചു. യുവാവാണ്, പക്ഷെ ആ യുവാവിന് മാരകമായ അസുഖം വന്ന് രോഗത്തോ മരണത്തോട് മരിക്കുന്ന സമയമാണ്. ബോധം പോയിട്ടില്ല. മരണത്തോട് മല്ലടിക്കുന്ന രോഗശൈലി കിടക്കുന്ന ഒരു യുവാവിനെ അള്ളാഹുവിന്റെ റസൂൽ സന്ദർശിച്ചു. റസൂൽ ചോദിച്ച എടാ നിനക്ക് എങ്ങനെയുണ്ട്? നമ്മൾ ഒരാളെ സന്ദർശിക്കാൻ പോകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട്, എന്താ അവസ്ഥ? അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ ഈ സഹോദരൻ ചോദിച്ചു, എങ്ങനെയുണ്ടടാ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അപ്പോൾ ഇദ്ദേഹം പറയാം, അദ്ദേഹം പറഞ്ഞു, ഇനി അറിവുള്ള ഞാൻ ഈ അവസ്ഥയിൽ അള്ളാഹുവിന്റെ റഹ്മത്താണ് പ്രതീക്ഷിക്കുന്നത്. അതെനിക്ക് പുറത്ത് തീരുമാനിക്കും. എല്ലാവരും ഞാൻ ചെയ്ത പാപങ്ങളാണ് എനിക്ക് പേടി. എന്റെ സംഘടന എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. നിരാശ വരാൻ പാടില്ല. അള്ളാഹിനെ പോയി അത് കൊടുക്കുമെന്ന നല്ല ചിന്തയായിരിക്കണം മരിക്കുന്നത് വരെ. എനിക്കത് കൊടുക്കുന്നത് ചിന്തിക്കാൻ പാടില്ല. കൊടുക്കുമെന്നല്ല, അള്ളാഹു റഹ്മാനും റഹീമാന്റെ ചിന്തയോട് കൂടി വരിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യങ്ങൾ ചെയ്തു പോയ പാപത്തിന്റെ പേടിയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയാം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഇസ്തിഗ്നാനി ഫി ഖൽബി അബ്ദി ഫി ഹാദൽ മൗത്ത് ഇന്നഅല്ലാഹു റഹ്മാൻ വജൂഹ. ഈ രണ്ട് സംഗതി മരിക്കുന്നതിന് മുൻപ് ഒരാൾ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കും. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹു പിടിക്കുമെന്ന് ആ വലിയതായത് അത് ഈമാനാണ്. അത് ചെറുപ്പയാണ്. അല്ല എനിക്ക് പുറത്തിരുമുള്ള പ്രതീക്ഷ. അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയുണ്ടെങ്കിൽ അള്ളാഹു പുറത്തിരുമെന്നാണ് ഈ സംഗതി. മൂന്നാമതായിട്ട് മരണത്തെ പ്രതീക്ഷിക്കുന്ന രോഗികൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന സംഗതിയായി അള്ളാഹുവിന്റെ റസൂലിനെ ഹദീസിൽ പഠിപ്പിക്കാം. മാത്രമല്ല, നാലാമത്തെ സംഗതി അള്ളാഹുവിന്റെ പ്രവാചകൻ ശ്രദ്ധ പഠിച്ചത് രോഗം ശക്തമായി കഴിഞ്ഞാൽ, ഞാൻ കഴിയാതെ സൂചിപ്പിച്ചിരുന്നു, രോഗം ശക്തമായി കഴിഞ്ഞാൽ മരണത്തെ ഒഴിക്കരുന്നതിനെ ആഗ്രഹിക്കാൻ പാടില്ല. മരണം അള്ളാഹു വരുന്നതാണ്, എന്നെ മരിപ്പിച്ചെന്ന് പറയാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ ലക്ഷ്യ സംഗതിയാണ്. കഠിനമായ രോഗമാണ് എന്നെ മരിപ്പിക്കുന്നതെന്ന് മരണത്തെ ആഗ്രഹിക്കാനുള്ള വിശ്വാസം പാടുള്ളതല്ല, അത് ചെയ്യാൻ പാടില്ല. പിന്നെ ഏത് സന്ദർഭത്തിലാണ് എന്നെ മരിപ്പിക്കുന്നതെന്ന് പറയുന്നത് അതിന്റെ അവസാന ഘട്ടം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദുർഗനായ പ്രവാചകന്റെ വാർത്തയായ അക്ബറിന് രോഗം ശക്തമായ രോഗമാണ്. റസൂലുള്ളാഹി സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹദീസിൽ പറയാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി അള്ളാഹുവിന്റെ റസൂൽ അക്ബറിലേക്ക് പ്രവേശിച്ചു. അന്നു റസൂലില്ലാഹ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അമ്മാണ്, ദുർഗനാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അമ്മായ അള്ളാഹുവിന്റെ പ്രവേശിച്ചു. അതിന്റെ അവസരം അദ്ദേഹം അപ്പോൾ രോഗത്തിന്റെ പ്രയാസം കാരണം റസൂലുള്ളാഹിയോട് പരാതി പറയാം, സങ്കടം പറയാം, വല്ലാത്ത വേദന, വല്ലാത്ത പ്രയാസത്തിൽ, രോഗത്തിന്റെ കഷ്ടപ്പാടിലാണ്. സഹോദരപുത്രൻ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. ആ വേദന അള്ളാഹുവിന്റെ പ്രവാചകനോട് വന്നുകൊടുക്കുകയാണ്. ആ വേദന സഹിക്കാൻ കഴിയാതെ അബ്ബാസ് മരണം പൊലിച്ചുപോയി. ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, അള്ളാഹു എന്നെ ഒന്ന് മരിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് അദ്ദേഹം ആഗ്രഹിച്ചുപോയി. അപ്പൊ നിങ്ങൾ ആലോചിക്കാൻ രോഗം ഉണ്ടായിരുന്നു. ഒരാൾ രോഗം കൊണ്ട് അള്ളാഹു എന്നെ മരിപ്പിച്ചാൽ മതിയായിരുന്നു എന്നൊരാൾ പറയണമെങ്കിൽ ആ രോഗത്തിന്റെ കാര്യം എത്രയായിരിക്കും, പ്രയാസമായിരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അമ്മായ അബ്ബാസ് ഇങ്ങനെ ആഗ്രഹിച്ചു. നിങ്ങൾ മരണത്താണ്ടിരിക്കുന്നല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പെടപ്പെട്ടു. മൂത്താപ്പ എന്ന് പറഞ്ഞാൽ ബാപ്പാന്റെ സ്ഥാനത്താണ്, ആലകാലിക പ്രയോഗമല്ല. എറാപ്പയും മൂത്താപ്പയും ബാപ്പാന്റെ സ്ഥാനത്ത് ആലകാലിക പ്രയോഗമല്ല, ഉപമയല്ല. അത് സർക്കാർ ഇസ്ലാമിന്റെ നിയമമാണ്. ബാപ്പാനെ
അതേ സ്ഥാനം കളപ്പാക്കും മുട്ടാപ്പാക്കുള്ളത്. വാപ്പാൻ അംഗീകരിക്കുന്നത് പോലെ അംഗീകരിക്കണം, അവരനുസരിക്കുന്നത് പോലെ അനുസരിക്കണം. വാപ്പയില്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇല്ലാതെ നടക്കുന്നത് യാത്രയും മുട്ടാപ്പയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് സമ്പത്ത് അനന്തരാവകാശം കഴിക്കും. അത് ഉപമയല്ല, അലങ്കാരികല്ല, അത്ര സ്ഥാനങ്ങളെ യാത്രയും മുട്ടാപ്പയും പറഞ്ഞാൽ സ്വന്തം അതാരുടെ ഹദീസിൽ പറഞ്ഞു വാപ്പാന്റെ സ്ഥാനം വാപ്പാനെ പോലെയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സന്ദർശിക്കാൻ തോന്നും. അള്ളാഹുവിന്റെ റസൂലിനെ അന്യനോട് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയരുത്, മരണത്തെ ആഗ്രഹിക്കരുത്. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾ നല്ല പരിക്രമണം ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹു ആയുസ് നീട്ടി തരുമ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്യുന്ന നന്മയിൽ ഇനിയും കുറെ നന്മകൾ ചെയ്യാൻ കഴിയുമല്ലോ. അപ്പൊ നിങ്ങൾ മരണം ആഗ്രഹിക്കരുത്. ആയുസ് തരാണെങ്കിൽ ഇനി നന്മ ചെയ്യാൻ കഴിയുമല്ലോ. തിരക്കുന്ന രോഗിയാണെങ്കിൽ ഇവരെ നമസ്കരിക്കാൻ നിങ്ങളും സാധിക്കും. ഒരു മാസം നമസ്കാരം നിങ്ങളും കൂടുതലെങ്കിൽ എത്ര പ്രതിഫലം ഉണ്ടാകും. അപ്പൊ മരണത്തിൽ ആഗ്രഹിക്കരുത്. അടുത്ത വർദ്ധമാണ് ഈ തിന്മ ചെയ്യുന്നവരാണെങ്കിൽ തെറ്റ് ചെയ്യുന്നവരാണെങ്കിലോ അവർ ചിലപ്പോൾ ഒരുപക്ഷെ മടങ്ങാനുള്ള അവസരമായിരിക്കണം. കുറച്ചും കൂടെ ആയുസ് നിർത്തി കിട്ടിയാൽ ആ തെറ്റിനെ കുറിച്ച് വിശുദ്ധഭാവം നടത്താനും മടങ്ങാനുള്ള അവസരം കിട്ടിയേക്കാം. അതുകൊണ്ട് ആ അവസരം അള്ളാഹു നൽകിയേക്കാം. അതുകൊണ്ട് ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ അന്വയം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ കഴിഞ്ഞ കുറിച്ചതുപോലെ വളരെ അങ്ങേയറ്റം പ്രയാസമാണ്. നമ്മളെന്നെ പറയുന്നത് മരിച്ചാൽ പഠിക്കാവുന്നു, അതെല്ലാവരും ബുദ്ധിമുട്ടായി. കാരണം അങ്ങനത്തെ അവസ്ഥ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ ചില രോഗികളുണ്ടാവും. ഇങ്ങനെ കിടക്കും. ചിലപ്പോൾ കണ്ണു തുറക്കും, ചിലപ്പോൾ കണ്ണു തുറക്കാൻ കഴിയില്ല, ചിലപ്പോൾ മനുഷ്യൻ പോലെ തോന്നിപ്പോകും. ശരീരമൊക്കെ ആ പൊട്ടി പ്രയാസപ്പെടുന്ന അവസ്ഥകളുണ്ടാവും. അതിൽ കൂടുതൽ ആളുകൾക്കും വീട്ടുകാർക്കും ആ കിടക്കുന്ന രോഗിക്കൊക്കെ പ്രയാസമാണ്. അങ്ങനെ നിർവാഹമില്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞുകൊള്ളു അള്ളാഹുവെ ജീവിതമാണ് നല്ലതെങ്കിൽ ജീവിപ്പിക്കും. നല്ല മരിപ്പിക്കണേ നല്ല എന്നെ മരിപ്പിക്കണേ നല്ല ആ വാക്കിയ ആ പ്രാർത്ഥനന്റെ ആ വലിയ ശ്രദ്ധിക്കാം. എന്നാലും മരിപ്പിക്കണേ നല്ല വസ്തു പ്രാർത്ഥിക്കാൻ വേണ്ടി വേണ്ടത്. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ എപ്പോഴാ മരിക്കുന്നത്. ജീവിതമാണ് ജീവിപ്പിക്കും. അല്ല മരണമാണ് മരിപ്പിച്ച. ഇതാണ് ഒരു പ്രാർത്ഥന. മരിപ്പിക്കുന്നത് പറയാനാണ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു അസുഖം വരുമ്പോ പ്രയാസം വരുമ്പോ ഒരിക്കലും തന്നെ ഇതുപോലെ വാക്കുകൾ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അഞ്ചാമത്തെ സംഗതി, രോഗിയായി കിടക്കുമ്പോ ശയ്യാവലംബിയാകുമ്പോ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ സംഗതി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. റസൂൽ പറഞ്ഞത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് ഹക്കിറപാടുകളുണ്ട്. ഹക്കിറപാടുകൾ തീർക്കണം. അത് പിന്നീട് നമ്മുടെ മക്കൾക്കും കുടുംബക്കാർക്കും ഉദ്ദേശിച്ചു വയ്ക്കരുത്. മയ്യത്ത് നമസ്കാരത്തിന് മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങളോട് മുഴുവനും കൊടുക്കാൻ വേണ്ടി പറയുന്ന അവസ്ഥ നമുക്ക് വേണ്ട. എന്താ ജീവിക്കുന്നതിനും മരിക്കുന്നതിനും മുൻപും അത് പറഞ്ഞു തീർക്കണം. എന്താ ഹക്കിറപാട്? രണ്ട് ഇടപാടുണ്ട്. എന്താ? ഒന്ന് സാമ്പത്തിക ഇടപാട്, രണ്ടാമത്തേത് ഒരു മനുഷ്യന്റെ അഭിമാനം നാളുകൊണ്ടോ അതല്ലെങ്കിൽ പെരുമാറ്റം കൊണ്ടോ ഒരാളെ വേദനിച്ചത് ആ പ്രയാസം. ഈ രണ്ട് ഇടപാടുകൾ മരിക്കുന്നതിന് മുൻപ് തീർക്കണം. അത് കിടക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കണം, കിടക്കുമ്പോഴും ശ്രദ്ധിക്കണം. സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ നമുക്കിത് പറയാൻ കഴിയില്ല. ഇത് വളരെ അതുകൊണ്ട് നമ്മുടെ വീട്ടിലോ നാട്ടിലോ ഇങ്ങനെ കിടക്കുന്ന രോഗികളോട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ സംഗതി നമ്മൾ ഈ വരാനിരിക്കുന്ന രോഗികളായിരിക്കാം നമ്മളും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഇടപാടുകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തിക ഇടപാട്. അതെന്താ? അത് അടുത്തുള്ള കുടുംബക്കാരെ വിളിച്ച് പറയണം, ഇന്നാൾക്ക് എത്ര കൊടുക്കാണ്ട്, ഇന്നാൾക്ക് ഇങ്ങനെ കൊടുക്കണം, കടം വാങ്ങിയതിന് കടം കൊടുക്കാനുണ്ട്. ആ സാമ്പത്തിക ഇടപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പിന്നെ മരിച്ചതിന് ശേഷം പിന്നെ മക്കൾ ഇങ്ങനെ ചോദിച്ച് ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് പിന്നെ അവിടെ ഉണ്ടോ എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ ക്ലിയറാക്കി വെക്കണം. നമ്മൾ മരിക്കുന്ന ഉറപ്പാണ്, എന്തായാലും ഇവിടെ മരിച്ചു പോകണം. അപ്പൊ നമ്മൾ ഏകദേശം അങ്ങനെ കിടപ്പിലാവുന്ന അവസ്ഥ വരുമ്പോഴൊക്കെ റെഡിയാക്കി വെച്ചാൽ അതൊരു പ്രാഥമിക ശരിയാണ്, സ്വഭാവത്തിന്റെ മാർഗമാണ്. ആർക്കും ബുദ്ധിമുട്ടില്ല. വിചാരിച്ചാൽ കിട്ടാളത് കൊടുക്കാതെ റെഡിയാവും. നമുക്ക് ആളുകൾ ഒരു
രോഗത്തിലാണ്, കാരണത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. എന്ത് സംസ്ഥാനമാണ് കേട്ടിട്ടുണ്ടാകും? അത് മരിച്ചെന്നാണ് ഈ വിചാരിച്ച് മരിക്കുമല്ലോ. ആളുകൾക്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മൾ ഇങ്ങനത്തെ ആളുകൾ പറയുമ്പോൾ മരിക്കുന്ന ചിന്തയാണോ? ജീവ മരിക്കുന്നതല്ല, ഇവരെല്ലാവരും ലോകത്ത് മരിച്ചു പോകില്ലേ? മരിച്ചു പോയിട്ട് മുന്നോട്ട് ചെയ്യുന്ന സംഗതിയാണ്. അത് എഴുതി രേഖപ്പെടുത്തി വെക്കുക. ഏറ്റവും അടുത്താളോട് പറഞ്ഞും എന്നാൽ എഴുതി കൊടുക്കാണ്ടിരുന്നത് വാങ്ങാണ്ട് ആ ഇടപാട് തീർത്തിട്ടില്ലെങ്കിൽ അത് ഈ മദ്യത്തിന് കാരണമാണ്. ഈ മദ്യത്തിന് കാരണമാണ് സാമ്പത്തിക ഇടപാട്. അതാണ് റസൂൽ പ്രത്യേകം. അതുകൊണ്ടാണ് അറിയുന്നത്, നമ്മൾ മയ്യത്ത് പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി കൊണ്ടുവച്ചിട്ട് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാലോ പ്രവർത്തിയാലോ ചെയ്ത കാര്യങ്ങളൊക്കെ പൊറപ്പിക്കണം എന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട സംഗതികളാണ് അറിയുന്നത് സാമ്പത്തിക ഇടപാടാണ്. വാക്കാലോ പ്രവർത്തിക്കാലോ ചെയ്ത് പൊറപ്പിക്കാനോ നിശ്ചയിക്കാൻ വേണ്ടി വന്നത്. നമ്മൾ നിസ്കാരത്തിലെല്ലാവരും കൊടുത്തുവേ പിന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന ആവശ്യമില്ല. പിന്നെ ഓർമ്മപ്പെടുത്തുന്ന എന്തായോ കാലം കൊടുക്കാണ്ട് അത് പറയാം. അത് നിർബന്ധം. അത് റസൂലിന്റെ പ്രവർത്തിച്ച അതാണ് റസൂലിനെ മയ്യത്ത് കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ത് കാലം ഉണ്ടാവുന്നത്. അത് ചോദിക്കണം. അത് നിങ്ങൾക്ക് അറിയില്ല. ഇനി ഒരാൾക്ക് ഇല്ലാതെ എന്തായാലും പറയണം. ആരെങ്കിലും ഉണ്ടെങ്കിലും അത് ഓർമ്മപ്പെടുത്തണം. അത് ഓർമ്മപ്പെടുത്താൻ പോരാ, അത് എഴുതുകയും വേണം. അതൊരാൾ ഏറ്റെടുക്കണം. ഏറ്റെടുത്തല്ലേ റസൂൽ നടത്തിയിരുന്നത്. അല്ലാഹുവിന്റെ റസൂല് കടം ഏറ്റെടുക്കുകയും ചെയ്യപ്പെടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലെ ഞാൻ ആ കടം ഏറ്റെടുക്കുന്നത് സ്വന്തം കഴിഞ്ഞാൽ അതാണ് നമസ്കരിക്കും. അത് ബാധ്യതയാണ്. മരിക്കുന്നതിന് മുൻപ് ഒരാൾ നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കടപ്പാട് ഒന്നാണ് ഈ കരവിടപാടുകൾ എന്ന് പറയുന്നത്. അതേപോലെയാണ് വസീയത്ത്. കടവുമായി ബന്ധപ്പെട്ട ഒരുപാട് പാടുന്നത് മറ്റു വിഷയമാണ്. വസീയത്തിന്റെ നമ്മൾ ഈ മരിക്കുന്നതിന് മുമ്പ് കുടുംബത്തിന് പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞ കൊണ്ടിട്ട് പിന്നെ മക്കൾക്ക് അവരാക്കി ഉണ്ടാക്കാൻ പാടില്ല. കുടുംബത്തിന് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. നാട്ടിൽ നമ്മുടെ വലിയ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ മരിക്കുന്നതിന് മുൻപ് അവരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അവർ എന്ത് ചെയ്യാം? വസീയത്ത് ചെയ്യാം. കാര്യമായി എന്തെങ്കിലുമൊക്കെ വസീയത്ത് ചെയ്യുമ്പോൾ സമ്പത്ത് മുഴുവൻ വസീയത്ത് ചെയ്യാൻ പറ്റില്ല. 3-1 വസീയത്ത് പാടുള്ളൂ. 3-1. അതെന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതെന്താ അനന്തരാവകാശികൾ പാപ്പ മരിക്കുമ്പോൾ മക്കളെ പട്ടിണിട്ട് പോകാനില്ല. എന്താ സമ്പത്ത് പാപ്പാക്കല് പാപ്പയ്ക്ക് സമ്പത്ത് കിട്ടിയെന്ന് പറഞ്ഞു. പാപ്പ എല്ലാ സമ്പത്തും എത്തിക്കാനിട്ട് അത് പറ്റൂല. അതിന് ശരിയാവില്ല. അത് അല്ലാഹുവിന്റെ റസൂൽ നിയോഗിച്ചതാണ്. എല്ലാ സമ്പത്തും പട്ടിണിട്ട് മക്കൾക്കില്ല, പറ്റൂല. വസീയത്ത് 3-1 പറ്റും. ബാക്കി മക്കൾക്കുള്ളതാണ്, അനന്തരാവകാശികൾക്കുള്ളതാണ്. ഇനി അതിൽ കൂടുതൽ ചെയ്യാം. മക്കളുടെ അനന്തരാവകാശികളുടെ അനുവാദത്തോടെ വേണമെങ്കിൽ കുറച്ചുകൂടെ ചെയ്യാം. എന്നതല്ലാതെ സമ്പത്തിൽ മുഴുവനായിട്ട് അനന്തരാവകാശം കിട്ടാതെ ഒരു വസീയം ചെയ്യാനർത്ഥം. 3-1 അള്ളാഹുവിന്റെ റസൂൽ 3-1 എത്രയോ കാലമാണ് വസീയത്ത്. വേണ്ടപ്പെട്ട ചിലപ്പോ പിന്നെ 4 മക്കളുണ്ട്. 4 മക്കളിൽ ഒരു മകൻ മരണപ്പെട്ടു. ബാക്കി 3 മക്കൾ ജീവിച്ചിട്ടുണ്ട്. ആ 3 മക്കൾക്കും കുട്ടികൾ 4 മക്കൾക്കും കുട്ടികളുണ്ട്. ഒരു മരണപ്പെട്ടു. 3 മക്കളും ജീവിച്ചിട്ടുണ്ട്. ഓരോ കുട്ടികളും ജീവിച്ചിട്ടുണ്ട്. വാപ്പ മരണപ്പെട്ടാൽ ആ മരിച്ച മകന്റെ മക്കൾക്ക് മരിച്ച് കിട്ടൂല, സ്വത്ത് കിട്ടൂല. 4 മക്കളിൽ വാപ്പ മരണപ്പെട്ടു. വാപ്പാന്റെ മരണത്തിന് മുൻപേ ഒരു മകൻ മരണപ്പെട്ടു. പിന്നെ 3 മക്കളാണ് ജീവിച്ചിട്ടുണ്ട്. മരിച്ച മകന്റെ കുട്ടികളുണ്ട്. പക്ഷെ ഈ വാപ്പാന്റെ സ്വത്ത് ഈ കുട്ടിക്ക് കിട്ടൂല. അവരെന്താ ചെയ്യാം? വാപ്പ വസീയത്തിക്കണം. അല്ലെങ്കിൽ ഈ മക്കളെല്ലാവരും കൂടെ ചെയ്യണം, കാണിക്കണം. ഓ മരിച്ചല്ലോ, ചെറുള്ള സ്വത്ത് കുട്ടിയെ കൊടുക്കാതെന്ന് പറഞ്ഞാൽ ഓക്കെ, ചില മക്കളെ സമ്മതിക്കൂല. അപ്പൊ അതിനാണ് ഈ വസീയത്ത്. അതേപോലെ തന്നെ പള്ളിക്ക് മദ്രസ വസീയത്ത് ചെയ്യാം. അപ്പൊ 3-1 അപ്പം കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ മരിക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട കടമകളായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പഠിപ്പിച്ചതാണ്. ഇല്ലെങ്കിൽ അതൊക്കെ നാട്ടിൽ കുടുംബത്തിനൊക്കെ പ്രയാസമുണ്ടാകും. മാത്രമല്ല പലരും അള്ളാഹു സുബ്ഹാനഹു അതിന്റെ പേര് നമ്മൾ പിടിക്കും. അള്ളാഹു നമ്മളെ പിടിക്കും. അതുകൊണ്ട് സഹോദരികളെ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ശൈലികൾ മുഴുവൻ പെട്ടിരിക്കുന്ന തോന്നിക്ക് നമുക്ക് എല്ലാവർക്കും الحمد لله الواحد القهار لا يعجز الغفار مكبر بيننا السماوات اتقوا الله عباد الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥത്തിലായി മുക്തത്തിലായി ജീവിതം മുന്നോട്ട് പോകണമെന്ന് ഉപദേശിക്കാൻ വസീയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ സഹോദരൻ ഞാൻ സൂചിപ്പിച്ചത് മരിക്കുന്നതിന് മുൻപ്
രോഗശൈലിയിൽ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അത് പ്രധാനപ്പെട്ട സംഗതികളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുകൾക്കൊക്കെ അതിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് നമ്മൾ വാക്കാലോ പ്രവർത്തിയാലോ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മരിക്കുന്നതിന് മുൻപ് രോഗത്തിൽ കിടക്കുമ്പോൾ അത് തീർക്കണം. നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് പറയാൻ വേണ്ടി അത്രയും നല്ലത് നമ്മൾ ചെയ്യില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഉണ്ട് ഇന്ന ആളോട് ചെയ്യുക അക്രമം, അവരോട് പറഞ്ഞത്, അവരോട് ചെയ്തത്, ഇതൊക്കെ നമ്മളെ രോഗത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും. അവരെ ഒഴിച്ചിട്ടോ പറഞ്ഞിട്ടോ തീർക്കണം. അല്ലെങ്കിൽ അവരോട് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ വസീയത്ത് ചെയ്തു കൊടുക്കുക. ഇന്ന ആളോട് അത് പറയണം, വാപ്പ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വഹിക്കുന്നതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പൊരുത്തപ്പെട്ടെന്ന് വാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾക്കാരോട് പറഞ്ഞ് അത് അറിയിക്കാം. ഇതൊക്കെ മരിക്കുന്നവർ ചെയ്ത സംഗതിയാണ്. ചില ആളുകൾ അത് വിട്ടുനിൽക്കുന്നു. അങ്ങനെ വളരെ പ്രയാസത്തിൽ രോഗത്തിൽ കിടക്കുന്ന ഒരാൾ കുറച്ച് മുൻപ് വളരെ രോഗത്തിലാണ്. അദ്ദേഹം സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പിൽ നല്ല ഒരു ഗ്രൂപ്പിൽ സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പഴയ സുഹൃത്തുക്കളുടെ കമന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം അപ്പൊ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഇയാൾ പറയാണ്, ഇയാൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇയാൾക്ക് നേരിട്ട ഒരു അനുഭവം, ദുരനുഭവം. അദ്ദേഹം പറയാണ്, മരിക്കുമ്പോ എന്നോട് ആ ചെയ്ത കർമ്മം കൂടിയിട്ട് അദ്ദേഹം പോയിക്കോട്ടെ. ആളുകൾ പൊട്ടോന്നുണ്ടാവില്ല. പറഞ്ഞ് നമുക്ക് സാധാരണ ചൊല്ലുണ്ട്. എന്താണ് നമ്മൾ പിന്നെ മരത്തെ വെട്ടിയാലേ, അതായത് പിന്നെ വെട്ടിയ മരം മറന്നേക്കാം, പക്ഷെ മരം മറക്കൂലെന്ന് പറഞ്ഞ പറഞ്ഞോലെ മറന്നുണ്ടാവും, കൊണ്ടോ മറന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞു തീർക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞു തീർക്കണം. ഈ മനുഷ്യൻ മരണത്തോട് മല്ലടിക്കുന്ന വാർത്ത പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ പഴയ കൂട്ടുകാരിൽ ഒരാളെ കമന്റിലാണ് എന്നോട് ചെയ്ത ആ ഒരു അതും കൂടി പോയിക്കോട്ടെ ആലോചിക്കുന്നത് ഒന്ന് തീർക്കാലോ. അതുകൊണ്ടല്ല നമ്മൾ അത് പറഞ്ഞു തീർക്കണം. അത് പ്രധാനപ്പെട്ട ഇടപാടാണ്. സമ്പത്ത് മാത്രമല്ല, ഇവിടും പിടിക്കും, ഇതൊന്നും പിടിക്കാണെങ്കിൽ പരലോകത്തും പിടിക്കും. ശ്രീനാഥ് മുറിച്ച് കാക്കാൻ കഴിയില്ല. അതാണ് വസൂൽ പറഞ്ഞതാണ്, മുറിച്ച് കാക്കുന്നത്. അവിടെ തലഞ്ഞു വെക്കും. എത്ര നമസ്കാരക്കാരനാണെങ്കിലും, എത്ര സ്വത കൊടുത്തവരാണെങ്കിലും, എത്ര മുക്തതയാണെങ്കിലും അവിടെ തലഞ്ഞു വെക്കും. അതിന്റെ ഇത് തീർക്കുന്നു. അതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ ഒന്നാണ് പരസ്പരമുള്ള ആ പ്രസംഗം. അല്ലാതെ റസൂല് വരെ ഒന്നും ചെയ്യാത്ത പ്രവാചകനാണെങ്കിൽ ആരോടും അക്രമം ചെയ്യാത്ത എന്ത് അല്ലാഹുവിന്റെ റസൂൽ മരിക്കുന്നതിന് മുൻപ് സ്വഹാബത്തോട് പ്രത്യേകം ചോദിച്ചിരുന്നു. മരിക്കുന്നതിന് മുൻപ് റസൂൽ സ്വഹാബത്തോട് പ്രത്യേകം ചോദിച്ചു. റസൂൽ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. റസൂൽക്ക് മരണത്തോടടുക്കുന്ന ഒരു പിന്നെ സൂചന കിട്ടിയപ്പോൾ റസൂൽ പറയാൻ, ഞാനിവിടെ ഉണ്ടല്ലോ, ആർക്കെങ്കിലും ഞാൻ വല്ലതും ആർക്കെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ മുഹമ്മദ് ഇവിടെയുണ്ട്, നിങ്ങൾക്ക് ഇതിനെ പ്രത്യേകം ചോദിക്കാം. ഇതാരാ പറഞ്ഞ റസൂൽ? എല്ലാ പാപങ്ങളും കൊടുക്കപ്പെട്ട റസൂൽ പ്രതികാരം ചോദിക്കാം. ആ റസൂലിനെ പറഞ്ഞാൽ പിന്നെ അപ്പൊ നമ്മളത് തീർക്കാം. അതൊക്കെ തീർത്തിട്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് നമ്മുടെ ബാധ്യത. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, ഒരു നല്ല മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجعلنا من النار، اللهم اجعلنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم توفنا مسلما والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد.